നമ്മളിവിടെ ഒരു പ്രോഗ്രാം നോക്കാൻ പോവാണ്. അതിന് മുന്നേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ച് ഡാറ്റ ടൈപ്സ് എന്താണെന്ന് പഠിച്ചു. അതിനുശേഷം നമ്മൾ എങ്ങനെ ഒരു വാല്യൂ യൂസറിൽ നിന്ന് റീഡ് ചെയ്യാം, സ്കാൻഎഫ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഇൻപുട്ട് വാല്യൂ റീഡ് ചെയ്യാം, എങ്ങനെ നമുക്ക് ഡിസ്പ്ലേയിൽ പ്രിന്റ് ചെയ്യാം, ഔട്ട്പുട്ട് ഫംഗ്ഷനായ പ്രിന്റ് എഫ് യൂസ് ചെയ്യാം, അതൊക്കെ നമ്മൾ പഠിച്ചു. ഇവിടെ ഞാൻ ഇൻറ്റ് നമ്പർ ഒരു വേരിയബിൾ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണം. പ്രിന്റ് ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ഡിസ്പ്ലേയിൽ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻ. ഡിസ്പ്ലേയിൽ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിന്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തു. നം ഈക്വൽ ടു നമ്മൾ ഇൻറ്റിജർ ഡാറ്റ ടൈപ്പ് ആണ്. ഇൻറ്റിജർ ഡാറ്റ ടൈപ്പ് നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോൾ സാധാരണ യൂസ് ചെയ്യുന്ന ഫോർമാറ്റ് സ്പെസിഫൈ പറഞ്ഞാൽ %d അല്ലെങ്കിൽ %i ആണ് യൂസ് ചെയ്യുക. ഞാൻ %c ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. %c യൂസ് ചെയ്താൽ നമുക്ക് എന്താ ഔട്ട്പുട്ട് കിട്ടുക? അതാണ് ഈ ക്വസ്റ്റ്യന്റെ മീനിങ്. ഇവിടെ നം എന്ന വേരിയബിൾ 65 ക്രിയേറ്റ് ആക്കി. നമ്മളിവിടെ ഫോർമാറ്റ് സ്പെസിഫയർ %c ആണ് യൂസ് ചെയ്തത്. ഈ ലൈനിന്റെ മീനിങ് പറഞ്ഞാൽ ഇവിടെ നം എന്ന വേരിയബിൾ ഇല്ലേ, ആ വേരിയബിൾ %c അതായത് ക്യാരക്ടർ ആയിട്ടാണ് പ്രിന്റ് ചെയ്യിക്കുന്നത്. അപ്പൊ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ള വാല്യൂ ഇൻറ്റിജർ ആണ് 65. അതിനുശേഷം നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പ്രോഗ്രാം ചെയ്യുന്ന ആൾ അറിയാണ്ട് മിസ്റ്റേക്ക് കൊണ്ട് ഫോർമാറ്റ് സ്പെസിഫയർ ഏതാണെന്ന് അറിയണ്ടാവില്ല, %d ആണെന്നുള്ളത് മിസ്റ്റേക്ക് കൊണ്ട് പറ്റിയതായിരിക്കും. പക്ഷെ പ്രോഗ്രാമിന് മിസ്റ്റേക്കും കോഡ് കറക്റ്റ് ആണ്. അപ്പൊ അതിനനുസരിച്ച് ഔട്ട്പുട്ട് ആണ് കിട്ടുക. അപ്പൊ മിസ്റ്റേക്ക് ആണ് എന്താണെന്ന് നമുക്കറിയില്ല. അപ്പൊ %c ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്താ അതിന്റെ ഔട്ട്പുട്ട് കിട്ടുക? ഈ നം എന്ന വാല്യൂ 65 അത് ആസ്കി എന്ന ടേബിൾ ഉണ്ട്. ആസ്കി അതായത് ക്യാരക്ടർ വാല്യൂ ഉള്ള ടേബിളിന്റെ പറയുന്നവരാണ് ആസ്കി ടേബിൾ. അതിൽ 65 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഏതാണോ അതാണ് പ്രിന്റ് ചെയ്യുക. അപ്പൊ ജസ്റ്റ് ഈ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് എന്താണെന്ന് കിട്ടും ജസ്റ്റ് നോക്കി നോക്കാം. ഞാൻ ഈ പ്രോഗ്രാം സേവ് ചെയ്തു. അതിനുശേഷം ഞാൻ ആസ്കി ടേബിൾ ആദ്യം കാണിച്ചു തരാം. ആസ്കി ടേബിൾ കണ്ടില്ലേ? ഇതിൽ ഡെസിമൽ വാല്യൂ 65 ആണ്. 65 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടർ വാല്യൂ പറഞ്ഞാൽ ക്യാപിറ്റൽ എ ആണ്. അപ്പൊ നമ്മൾ ഡെസിമൽ വാല്യൂ 65 %c വെച്ച് പ്രിന്റ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് കിട്ടുക ക്യാപിറ്റൽ എ ആയിരിക്കും. നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. അതിന് മുന്നേ ഞാൻ പ്രോഗ്രാം റൺ ചെയ്യാണ്. gcc program.c പ്രോഗ്രാം റൺ ചെയ്തു. അതിനുശേഷം ഔട്ട് ഫയൽ ജസ്റ്റ് റൺ ചെയ്ത് പോകണ്ട. നം ഈക്വൽ ടു എ എന്നാണ് കിട്ടിയത്. കിട്ടി. ഇതിന് പകരം %c പകരം %d യൂസ് ചെയ്തിരിക്കുക. %d യൂസ് ചെയ്താൽ ഇവിടെ 65ന്റെ അതേ വാല്യൂ ഞാൻ പ്രിന്റ് ചെയ്യുക. %d അല്ലെങ്കിൽ i യൂസ് ചെയ്താലും കുഴപ്പമില്ല. ഞാൻ ഈ പ്രോഗ്രാം റൺ ചെയ്യാതിരിക്കുക. ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? gcc ആദ്യം a എന്ന് പ്രിന്റ് ചെയ്യും. അതിനുശേഷം എയുടെ വാല്യൂ 65 എന്ന് പ്രിന്റ് ചെയ്യും. ഇനി ഇതേ പ്രോഗ്രാമിൽ തന്നെ ജസ്റ്റ് മാറ്റം വരുത്താണ്. ഇവിടെ ഇൻറ്റ് എന്നുള്ളതിന് ഞാൻ ക്യാരക്ടർ പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ ആണ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഇവിടെ ഞാൻ സ്മോൾ ലെറ്റർ എ ആണ് കൊടുത്തത്. അതിനുശേഷം ഞാൻ ഇവിടെ ഈ ലൈൻ ജസ്റ്റ് ഡിലീറ്റ് ചെയ്തു. പ്രിന്റ് എഫ് നം ഈക്വൽ ടു ഇവിടെ %c പകരം ഞാൻ %d ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഇവിടെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ക്യാരക്ടർ പറഞ്ഞിട്ടുള്ള വേരിയബിൾ ആണ്. ക്യാരക്ടർ പറഞ്ഞാൽ ഇന്റഗ്രൽ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ക്യാരക്ടറിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് എ എന്ന ക്യാരക്ടർ ആണ്. പക്ഷെ നമ്മളിവിടെ പ്രിന്റ് ചെയ്യിക്കുമ്പോൾ കൊടുത്തിട്ടുള്ള ഫോർമാറ്റ് സ്പെസിഫയർ %d ആണ്. അപ്പൊ ഈ ലൈനിന്റെ അർത്ഥം പറഞ്ഞാൽ നം എന്ന വേരിയബിൾ %d അതായത് ഇന്റിജർ ആയിട്ടാണ് പ്രിന്റ് ചെയ്യിക്കുന്നത്. അപ്പൊ ഇവിടെ എന്തായിരിക്കും ഔട്ട്പുട്ട് കിട്ടുക? നം എന്ന വേരിയബിൾ പറഞ്ഞാൽ എ എന്ന ക്യാരക്ടർ ആണ്. എ എന്ന ക്യാരക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആസ്കി വാല്യൂ ആയിരിക്കും ഇവിടെ പ്രിന്റ് ചെയ്യുക. അതായത് ഇതിൽ നേരത്തെ ചെയ്തതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും കിട്ടുക. അതിന് മുന്നേ ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ ആസ്കി പേജിൽ എ എന്ന ക്യാരക്ടറിന്റെ വാല്യൂ എത്രയാണെന്ന് നോക്കി നോക്കാം. എ എന്ന ക്യാരക്ടറിന്റെ വാല്യൂ എത്രയാണ് കണ്ടോ? 97 ആണ് എയുടെ വാല്യൂ. ഡെസിമൽ വാല്യൂ 97 ആണ് എയുടെ വാല്യൂ. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് എത്ര കിട്ടുക? ഞാൻ ജസ്റ്റ് റൺ ചെയ്യാണ്. gcc program.c ചെയ്തു. അതിനുശേഷം ഔട്ട്പുട്ട് ഫയൽ റൺ ചെയ്തപ്പോൾ നം ഈക്വൽ ടു 97. ഇവിടെ 97 കിട്ടാൻ കാരണം എന്താണ്? ഇവിടെ നമ്മൾ പ്രിന്റ് ചെയ്യിക്കുന്നത് ഡെസിമൽ വാല്യൂ ആയിട്ടാണ്. %d ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മിന്റെ ആക്ച്വൽ വാല്യൂ പറഞ്ഞാൽ ക്യാരക്ടർ വാല്യൂ ആണ്. പക്ഷെ ക്യാരക്ടർ വാല്യൂ നമ്മൾ ഡെസിമലിലാണ് പ്രിന്റ് ചെയ്യുന്നത്, %d അല്ലെങ്കിൽ i. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആസ്കി വാല്യൂ 97 ആണെന്ന് പ്രിന്റ് ചെയ്യാം. ഇതിന് പകരം ഞാൻ %c യൂസ് ചെയ്തിരിക്കുക. %c യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ഇവിടെ പ്രിന്റ് ചെയ്യുക ഈ എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആസ്കി വാല്യൂ ആയിരിക്കും. കാരണം ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ഫോർമാറ്റ് സ്പെസിഫയർ %d ആണ്. ഇനി ഇവിടെ നമ്മൾ യൂസ് ചെയ്യുക %c ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ %c മീനിങ് എന്താ? നം എന്ന വാല്യൂ ക്യാരക്ടർ തന്നെ ഡിസ്പ്ലേ ചെയ്യാം. നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുള്ള തന്നെ ക്യാരക്ടർ ആണ്. സിംഗിൾ കോട്ടിൽ കൊടുക്കണമൊക്കെ ക്യാരക്ടർ ആണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഈ പ്രോഗ്രാം സേവ് ചെയ്താൽ എന്തായാലും ഔട്ട്പുട്ട് കിട്ടുക? ജസ്റ്റ് കമ്പയർ ചെയ്തു. അതിനുശേഷം റൺ ചെയ്ത് കഴിഞ്ഞാൽ നം ഈക്വൽ ടു 97. അതിനുശേഷം നം ഈക്വൽ ടു സ്മോൾ ലെറ്റർ എ ഇതായിരിക്കും ഔട്ട്പുട്ട് കിട്ടുക. ഇതാണ് ഈ പ്രോഗ്രാമിന്റെ മീനിങ്. ഇത് ഇന്റീജറും ക്യാരക്ടറും കൊടുക്കുമ്പോഴാണ് ഇങ്ങനെ കിട്ടുള്ളൂ. നം ഈക്വൽ ടു എ കൊടുത്തു. അതിനുശേഷം ഞാൻ ഇവിടെ
പ്രിന്റ് ചെയ്യുന്ന ഫോർമാറ്റ് %f കൊടുത്തിരിക്കുക. %f പറഞ്ഞാൽ ഫ്ലോട്ടിന്റെ ഫോർമാറ്റ് ആണ്. ഇങ്ങനെ കൊടുത്താൽ നമുക്ക് എറർ ആണ് കിട്ടുക, വാണിംഗ് എറർ കിട്ടും. ഞാൻ ജസ്റ്റ് സേവ് ചെയ്യാണ് ഈ പ്രോഗ്രാം. ഞാൻ എന്താ കൊടുത്തുള്ളത്, നം ഈക്വൽ ടു എ എന്ന് കൊടുത്തു, അതായത് എ എന്ന വേരിയബിൾ ആണ് കൊടുത്തത്, ക്യാരക്ടർ നം ഈക്വൽ ടു ക്യാരക്ടർ എ കൊടുത്തു. അതിനുശേഷം പ്രിന്റ് ചെയ്യുമ്പോൾ ഫോർമാറ്റ് സ്പെസിഫയർ ഇവിടെ ഞാൻ ഡിയും അല്ല കൊടുത്തുള്ളത്, %c അല്ല കൊടുത്തിട്ടുള്ളത്. അതിനൊരു ഫ്ലോട്ടിന്റെ ഫോർമാറ്റ് സ്പെസിഫയർ ആണ് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഞാൻ ഈ പ്രോഗ്രാം ജസ്റ്റ് ഞാൻ സേവ് ചെയ്തിട്ട് റൺ ചെയ്യുക, gcc program dot c. കണ്ട നമുക്ക് എറർ ആണ് കിട്ടുന്നത്. %f ന് പകരം %d ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ ഇന്റ് കൊണ്ടുള്ള വേരിയബിൾ ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ കൊടുക്കേണ്ടത് %d ആണ്. നമുക്ക് വാണിംഗ് കിട്ടുന്നുണ്ട്. അതിനുശേഷം ഞാൻ ജസ്റ്റ് റൺ ചെയ്താലും നമുക്ക് ഔട്ട്പുട്ട് കിട്ടില്ല. ഇനി വേണമെങ്കിൽ റൺ ചെയ്യുക, അതായത് കോഡിന്റെ റൺ ചെയ്യുമ്പോൾ നം ഈക്വൽ ടു 0.000 ആയിട്ടാണ് അതിന്റെ ഔട്ട്പുട്ട് വരുന്നത്. അതുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള പ്രോസസ്സിംഗ് ആവണില്ല. അപ്പൊ %f അല്ലെങ്കിൽ %lf കൊടുത്തിരിക്കുക, അപ്പോഴും നമുക്ക് ഔട്ട്പുട്ട് കിട്ടില്ല. ഞാൻ ഇതേ പ്രോഗ്രാമിനെ ജസ്റ്റ് വീണ്ടും റൺ ചെയ്യാണ്, അപ്പോഴും നമുക്ക് ഔട്ട്പുട്ട് കിട്ടില്ല. %lf യൂസ് ചെയ്യുമ്പോഴും സെയിം എറർ തന്നെ കിട്ടും. എക്സ്പെക്ട്സ് ആർഗ്യുമെന്റ് ഓഫ് ടൈപ്പ് ഡബിൾ ബട്ട് ആർഗ്യുമെന്റ് ടു വാസ് ടൈപ്പ് ഇന്റ്. കണ്ടാ ഇവിടെ ഡബിളും കൊടുത്തിട്ടുള്ളത്, പക്ഷെ ആർഗ്യുമെന്റ് ഇവിടെ ടൈപ്പ് ഇന്റും അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ %d കൊടുത്താലാണ് ഈ എറർ മാറും. അപ്പൊ നമുക്ക് ഇന്റും ക്യാരക്ടറും മാത്രമേ അങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള വാല്യൂസ് കിട്ടില്ല. അപ്പൊ നമ്മൾ ഫോർമാറ്റ് സ്പെസിഫയർ യൂസ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. നമ്മൾ ഒരു ക്യാരക്ടർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് ക്യാരക്ടർ വാല്യൂനെ പ്രിന്റ് ചെയ്യണമെങ്കിൽ %c കൊടുക്കുക. ഇവിടെ ക്യാരക്ടർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം ക്യാരക്ടർ വാല്യൂ പ്രിന്റ് ചെയ്യണമെങ്കിൽ c കൊടുക്കുക. ഈ ആസ്കി വാല്യൂ പ്രിന്റ് ചെയ്യണമെങ്കിൽ %d കൊടുക്കുക. ഇനി നമുക്ക് ഇവിടെ ക്യാരക്ടർ നം ഈക്വൽ ടു നമ്മളിവിടെ ക്യാരക്ടർ വാല്യൂ അസൈൻ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് അസൈൻ ചെയ്തിട്ടുള്ളത്, സിംഗിൾ കോട്ടിലാണ്. ക്യാരക്ടർ വാല്യൂ നമുക്ക് സിംഗിൾ കോട്ട് അല്ലാണ്ട് ഒരു ഇന്റിജർ വാല്യൂ നമ്മൾ കൊടുക്കുകയായിരിക്കും. ഞാൻ പിന്നെ ഇവിടെ ഇപ്പോൾ 65 കൊടുത്തുവരിക്കുക, 65 ഡയറക്റ്റ് കൊടുത്തുവരിക്കുക, 65 ഡയറക്റ്റ് കൊടുത്തു. അതിനുശേഷം %c കൊടുത്തുവരിക്കുക. അപ്പൊ നമുക്ക് ആ വാല്യൂ ക്യാരക്ടറിൽ പ്രിന്റ് ചെയ്യാൻ പറ്റും. ഇവിടെ 65ന്റെ കറസ്പോണ്ടിങ് 65 എന്ന് ഉദ്ദേശിക്കുന്ന ആസ്കി വാല്യൂ ആയിട്ടായിരിക്കും കണക്കാക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടർ വാല്യൂ ആണ് ഇവിടെ പ്രിന്റ് ചെയ്യുക. അപ്പൊ ഇവിടെ അതിന്റെ ഔട്ട്പുട്ട് എന്താ കിട്ടുക, ഇവിടെ അതിന്റെ ഔട്ട്പുട്ട് ക്യാപിറ്റൽ ആയിരുന്നായിരിക്കും കിട്ടുക. gcc ഫയൽ റൺ ചെയ്ത് ഔട്ട്പുട്ട് എത്ര കിട്ടി, നം ഈക്വൽ ടു ക്യാപിറ്റൽ ആയാണ് കിട്ടിയത്. അപ്പൊ നമ്മളിവിടെ ക്യാരക്ടർ നം ഈക്വൽ ടു 65 കൊടുത്തു. അപ്പൊ 65 എന്ന വേരിയബിൾ നമുക്ക് ഇതിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇതിന് കഴിഞ്ഞിട്ട് %d വെച്ചിട്ട് നമുക്ക് പ്രിന്റ് ചെയ്യണമെങ്കിൽ %d വെച്ചും പ്രിന്റ് ചെയ്യാൻ പറ്റും. കണ്ടാ %d കൊടുത്തു. അതിനുശേഷം ഞാൻ ഈ പ്രോഗ്രാം ജസ്റ്റ് റൺ ചെയ്യാണ്, gcc കൊടുത്തു, അതിനുശേഷം റൺ ചെയ്തു, നം ഈക്വൽ ടു 65 എന്ന് കിട്ടി. അപ്പൊ നമുക്കൊരു ഇന്റിജർ വാല്യൂ സ്റ്റോർ ചെയ്യണമെങ്കിലും ക്യാരക്ടർ കൊണ്ടുള്ള വേരിയബിൾ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ക്യാരക്ടർ യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു 1 ബൈറ്റ് അതിന് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇതിനെ 1 ബൈറ്റ് ഇന്റിജർ എന്നും പറയാം, 1 ബൈറ്റ് ഇന്റിജർ എന്നും ക്യാരക്ടറിനെ പറയാം. പക്ഷെ നമുക്ക് വലിയ വാല്യൂസ് സ്റ്റോർ ചെയ്യണമെങ്കിൽ 4 ബൈറ്റ് ആയിട്ടുള്ള ഇന്റിജർ യൂസ് ചെയ്യണം, ഇന്റിജർ ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യണം. അപ്പൊ നമുക്ക് ക്യാരക്ടറിന് ഡാറ്റ ടൈപ്പ് ഇന്റിജർ വാല്യൂ സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റും, അതേപോലെ ക്യാരക്ടർ വാല്യൂ സ്റ്റോർ ചെയ്യാൻ പറ്റും. പക്ഷെ ഇന്റിജർ വാല്യൂ സ്റ്റോർ ചെയ്യുമ്പോൾ 1 ബൈറ്റിന്റെ സൈസുള്ള വാല്യൂസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. 1 ബൈറ്റ് ഇന്റിജർ എന്ന് നമുക്ക് ക്യാരക്ടർ ഡാറ്റ ടൈപ്പിനെ വിളിക്കാം. കാരണം എന്തുകൊണ്ടാണ് നമുക്ക് നം വാല്യൂസും അതായത് ഡെസിമൽ വാല്യൂസും നമുക്ക് ക്യാരക്ടർ എന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യാൻ പറ്റും.